കടക്ക് വീഴുമോ അല്ലെ കടക്ക് തന്നെ സോൾവ് ആവും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പുതിയതായി കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ആ കടക്കങ്ങൾ പൊക്കോളും. അതായത് കടം വീട്ടണം എന്ന് ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഓടാനേ സമയം ഉണ്ടാവുള്ളൂ. അതായത് ഗുലാനെ, ഈ കടം എന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും കടം വീടില്ല. ഒരു കാരണവശാലും ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ കടം വീട്ടില്ല. എങ്ങനെ? ഞാൻ ഒരാൾക്ക് മേടിച്ചവർക്ക് കൊടുക്കില്ല. ഒന്ന് തീരുമാനിച്ചേ. സീരിയസ്ലി ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല. തീരുമാനം എടുത്തോ? തീരുമാനിച്ചോ? സുനിലിന്റെ ഭാര്യക്ക് സാധ്യതയ്ക്ക് ഇത് 3 ലക്ഷം കൊടുക്കാൻ തീരില്ല. ഓക്കെ, ഇനി ചിന്തിക്കേണ്ടത് കടം വീട്ടാനല്ല നമ്മൾ പണിയെടുക്കേണ്ടത്, പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൊടുത്തോളൂന്നേ ഇല്ലേ? പണം അപ്പൊ നമ്മൾ ഒരു കാരണവശാലും അതെ എനിക്ക് 10 ലക്ഷം കടമുണ്ട് എനിക്ക് ആ കടം എന്നുള്ള വാക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ താഴേക്ക് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്നൊരു കാര്യം ഓർമ്മിച്ചോ, എന്റെ കടം വീട്ടാനുള്ളതല്ല, ഞാൻ കടം വീട്ടില്ല. പണം ഉണ്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കൊടുത്തോളും. ഓക്കെ ഗുലാൻ? ഓക്കെ, ജോഷേട്ടാ. യെസ്, നേരത്തെ സ്റ്റേജിൽ എല്ലാവരും പരിചയപ്പെട്ടാണോ അല്ലേ? ആരാ? നമ്മുടെ ജോഷി സാറല്ലേ? അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തില്ല, അതിന്റെ പേരിൽ കുറച്ച് സങ്കടമൊക്കെ കണ്ടു. പക്ഷേ അദ്ദേഹം കളിച്ചത് ബുദ്ധിപൂർവ്വം കളിച്ചു. അതായത് ഈ ഫ്രീഡം ഫോർമുല എന്ന് പറഞ്ഞൊരു ടോപ്പിക്, അതായത് ഇവിടെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാത്തത് പൈസ കയ്യിലുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫ്രീഡം ഫോർമുല എന്ന് പറയുമ്പോൾ പണമില്ലെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ആ ജോയിസ് ചേട്ടൻ ചെയ്തൊരു ട്രിക്ക് ഉണ്ട്. അതാണ് ഇന്നിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, റിട്ടേൺസ് അപ്പൊ നഷ്ടമായി. ആ 2,55,00,000 നഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ മാസ വരുമാനം 20 ലക്ഷത്തിൽ മേലെ. എന്തായി? അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തില്ല. അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് അദ്ദേഹം ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. ആ ഒരു സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ ഒരു ഫ്രീഡം ഫോർമുല. ആ 2 കോടി പറഞ്ഞല്ലേ? ഓക്കെ, അതിനു മുന്നേ നമുക്ക് അപ്പൊ പറയണത് വെച്ചാൽ, ഇപ്പോ ഭൂരിഭാഗം ആൾക്കാരുടെ ജീവിതം രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. അതാണ് ഭൂരിഭാഗം ആൾക്കാരിൽ നിന്നെന്താ ജീവിച്ചു പോണത്. അങ്ങനെ പോയി കഴിഞ്ഞാല് ആഗ്രഹങ്ങൾ നേടാൻ പറ്റുമോ? മനുഷ്യന് കുറെ ആഗ്രഹങ്ങളില്ലേ? ആ ഒരു ജീവിതം വെച്ച് പോയാൽ നടക്കുമല്ലോ. എനിക്ക് കുറെ സ്വപ്നങ്ങളുണ്ട്. പറയുമ്പോ വിഷണറി ഡ്രീമറൊക്കെ പാട്ടൊക്കെ കളിച്ച് ഞാൻ ഡ്രീമറാന്ന് പറയുന്നു. ജീവിക്കണം എങ്ങനെ? രാവിലെ എഴുന്നേൽക്കുന്നു, മറ്റേ എന്താ പറയാ, ജോലിക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അതെല്ലാരും ചെയ്യണം. അത് എല്ലാ ഇഴജന്തുക്കളും എല്ലാവർക്കും ഉള്ളതാ. കഴിക്കണം, ഉറങ്ങണം, എഴുന്നേൽക്കണം, എന്തേലും പണി, എന്തേലും മറ്റേ എന്താ പറയാ ഭക്ഷിക്കും, എന്തെങ്കിലും കൊതി ജീവിക്കും. സെയിം. അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വപ്നം പോയിട്ട് ആഗ്രഹങ്ങൾ അത് നേടാൻ പറ്റില്ല. അപ്പൊ പറയണത് ഈ ഒരു ലൂപ്പ്, ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ എത്ര പേരുണ്ട്? രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി പിന്നെ ഇങ്ങനെ കടം വരാണ്ടാണ്. അതായത് നക്കാപ്പിച്ച പൈസക്ക് വേണ്ടി ജോലിക്ക് പോകും, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ പിന്നെ കൂടെ കിടന്ന് കഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ഞായറാഴ്ച ഉറങ്ങാണ്ട് നിവൃത്തിയില്ല. കാരണം എന്താ? ഫുൾ ടൈം ഓട്ടണം, യാത്രയുടെ ക്ഷീണം, എല്ലാ ക്ഷീണം കൂടി ഞായറാഴ്ച കിടന്ന് ഉറങ്ങും. പിന്നെ കാശ് ഉണ്ടാക്കാൻ എവിടെ ചിന്തിക്കാൻ സമയം? പക്ഷെ അവരെ സ്വപ്നം റോൾസ് റോയ്സാ. അങ്ങനെയുണ്ട്. പിന്നെ റോൾസ് റോയ്സിന് ചക്രം മേടിക്കാൻ പറ്റും ജോലിക്ക് പോകണമെങ്കിൽ അല്ലേ? സ്വപ്ന റോൾസ് റോയ്സ്. പക്ഷെ എന്താ കിട്ടുന്ന ജീവിതത്തിൽ? സൈക്കിളാണ്, ബൈക്കാണ്. ബാക്കി പറയാം. ഓക്കെ, അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഇത് ഈ ഒരു സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? ഈ ജോലിക്ക് പോകുന്ന ആൾക്കാര് കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടാവും. ഇവരെന്ത് ചെയ്യും? ഈ പൈസ ഏതെങ്കിലും ആവശ്യമില്ലാത്ത കെണിയിലൊക്കെ കൊണ്ടുപോയി ഇടും. പെട്ടെന്ന് വേണമല്ലോ ഇവരുടെ സ്വപ്നങ്ങൾ നേടാനായിട്ട്. എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടുപോയി. ക്രിപ്റ്റോ കറൻസി, യെസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതിൽ സുനിലല്ലട്ടാ, അവരല്ല, മഹേഷ് 40 ലക്ഷം ക്രിപ്റ്റോയിലിട്ട് പോയിട്ടില്ല.
പിന്നെ സുനിലിന്റെ 18 ലക്ഷം ക്രിപ്റ്റോകൾ പോയിട്ടില്ല ഏട്ടാ. അഭിലാഷ് ചേട്ടാ അഭിലാഷിന്റെ 10 ലക്ഷം പോയിട്ടില്ല ഏട്ടാ. അങ്ങനെ കുറച്ച് പേര് അതും ചെയ്തിട്ടില്ല. ഓക്കെ, എത്ര പോയി? പ്രസന്റിൽ എത്ര പോയി? 7 ലക്ഷം. എന്തായിരുന്നു? ക്രിപ്റ്റോ. ശരി. അതായത് ഈ ജോലിക്കാർക്ക് ഇവിടെ ഏറ്റവും വലിയ അബദ്ധമാണ് ഇതേമാതിരി ഉണ്ടാക്കണ പൈസ ഈ അതിമോഹം വെച്ച് എന്ത് ചെയ്യും, ഈ അത്യാഗ്രഹം എന്നൊക്കെ പറയുന്നത് വെല്ല ഇതിലും കൊണ്ട് കൊടുത്തുള്ളത് പോയിട്ട് വീട് കടം വീട്ടാൻ വേണ്ടി നടക്കും. ശരിയല്ല? പക്ഷെ കുഴപ്പമില്ല, മനുഷ്യന്മാരല്ലേ അല്ലേ? ജസ്പീഡ് തുടങ്ങാതെ പോയി ഇതെന്താന്ന് ചോദിക്കണം. അത് കൊള്ളാം, കുറ്റം നമുക്ക്. ശരി, മനുഷ്യന്മാരല്ലേ, പല തെറ്റുകളും പറ്റും. പക്ഷേ തെറ്റ് അല്ലെ, തെറ്റ് തിരുത്താനൊരു അവസരം തന്നാലോ അത് തിരുത്തിയേക്കണം. അതിനുള്ള അവസരമാണ് ഇന്നിവിടെ പറയാൻ. പലർക്കും മിസ്റ്റേക്ക് പറ്റും, ഇന്ന് തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരാരോ ഉള്ളത് അല്ലെ. പക്ഷേ ആ തെറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് പറഞ്ഞല്ലോ മെന്ററില്ല. അതാണ്. യെസ്. അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോ ആ ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കിട്ടിയിട്ട് തിരുത്തില്ലെങ്കിൽ നീ തീർന്നടാ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കാണാല്ലേ, എല്ലാവർക്കും ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഈ പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുപോയിട്ടത്. പക്ഷേ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതേപോലെ നിൽക്കോ? ഇല്ല. ഒരു 20 കൊല്ലം ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണക്കാരെന്നറിയോ ചോദിക്കുന്നു. ഓക്കെ, നമ്മളൊരു വിത്ത് അല്ലെങ്കിൽ തൈ വെക്കുന്നു, അത് പിറ്റേ ദിവസം മരമായി മാറോ? ഇല്ല. അതേപോലെ തന്നെ എന്താ, ഒരു വീട് മോളിൽ നിന്ന് താഴേക്ക് പണിയാൻ പറ്റില്ല. താഴേന്ന് അതിന്റെ ഫൗണ്ടേഷൻ വെച്ച് മുകളിലേക്ക് പണിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആ ഒരു എന്താ പറയാ ഫ്രീഡം, ഇഷ്ടമുള്ളപ്പോ എന്താ പറയാ എവിടേക്കും പോയി അടിച്ചു പൊളിക്കാം, അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും പോവാം, ഇഷ്ടമുള്ളപ്പോ കാറ് വാങ്ങാം, എന്തും ചെയ്യാവുന്ന ഒരു ഫ്രീഡം എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിനും ഒരു പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനോരോ സ്റ്റേജുകളുണ്ട്. ആ ഒരു സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നുപോയാൽ മാത്രമേ ആ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളും അല്ലേ. ഒന്നെല്ലാവരും ആലോചിക്കുക, ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, ഇഷ്ടമുള്ള കാറും വീടും, അതൊരു കടങ്ങളില്ലാത്ത ജീവിതം അല്ലേ, ഒരു കടവുമില്ല, ഇങ്ങനെ കൈ കാലും നീട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കാനും ആ ഒരു ജീവിതം അല്ലേ. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു ഫ്രീഡം ഫോർമുല ആ ഒരു 3 സ്റ്റേജിലൂടെ കടന്നു പോയാൽ യു ആർ ഓൾ സെറ്റ്. നേരത്തെ പറഞ്ഞു ജോസ് ചേട്ടൻ ആദ്യം തന്നെ വന്നപ്പോ കോട്ടിൽ ചൂട്ടിട്ടൊന്നല്ല വന്നത്. ഇവിടെ വന്നപ്പോ അതേ സാറേ ഞാൻ വലിയ ആളെന്ന അല്ല, അദ്ദേഹം തുടക്കക്കാരൻ ഇതേപോലെ മീറ്റിങ്ങിൽ നിന്ന് കേട്ട് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് മാസം 20 ലക്ഷം. അതേപോലെ തന്നെ നിന്റു തുടക്കം വന്നപ്പോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അനീഷ് ആണെങ്കിൽ അതെ വെള്ളപ്പൊക്കത്തിൽ വീടൊക്കെ പോയിട്ട് വന്നതാ. അനീഷേട്ടന് നെഗറ്റീവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അതെ, അനീഷേട്ടൻ വന്നപ്പോഴേ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, വരുമ്പോ ഒരു താല്പര്യം ഉണ്ടല്ലോ. പക്ഷേ അനീഷേട്ടനുണ്ടല്ലോ ഉറച്ചു നിന്ന് ആ കാര്യങ്ങൾ പഠിച്ച് ഇവിടെ 3 ലെവലുണ്ട്: ഓപ്പറേറ്റർ, ആർക്കിടെക്ട്, ഇൻവെസ്റ്റർ. അനീഷ് ചേട്ടൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ എന്തായി, ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വേണ്ടി, പൈസക്ക് വേണ്ടി അദ്ദേഹം അതിന്റെ പുറകെ എഫേർട്ട് ഇട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. അനീഷ് ചേട്ടൻ അങ്ങനെ ഓപ്പറേറ്ററിൽ നിന്ന് ആർക്കിടെക്റ്റ് ആയി, ഇന്ന് ഒരു ഇൻവെസ്റ്റർ കൂടിയായി മാറ്റുന്നു. ഇന്ന് 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. അതെ, ഇന്ന് നിങ്ങൾ സ്റ്റേജിൽ കണ്ടാണ് അവരെല്ലാരും കൂടി ഒന്നിച്ച് 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ വന്നു ഒരു മിക്സി മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഇവിടുത്തെ ആളായി, ഓൾറെഡി സ്വന്തം വീടിന്റെ പണി തീരാനായി. മാത്രമല്ല ഇത് BMW ഒരു പ്രീമിയം കാറിൽ സെറ്റായി. മാത്രമല്ല വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെന്നുള്ളതാണ്, വലിയൊരു ടീം അല്ലേ. യെസ്, ഇവിടെ 3 തരം വ്യക്തികളെ കാണാം. ഇതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൈസ വേണം. പ്രസന്നതയുടെ നല്ല അല്ല, അതെ. അതേപോലെ തന്നെ മഹേഷ് ചേട്ടൻ അല്ല മഹേഷ് ചേട്ടൻ ഇങ്ങനെ നോക്കണം,
ഓക്കെ, അപ്പൊ ആദ്യത്തെ വ്യക്തിക്ക് പെട്ടെന്ന് പണം വേണം. അപ്പൊ എന്ത് ചെയ്തേ, ഇപ്പൊ ഇവിടെ വന്നിരുന്നു, ഓക്കെ, നിങ്ങൾ ഇന്ന് മീറ്റിംഗ് കേട്ടു. പക്ഷേ ഇതിൽ ചിലവർക്ക് ഉണ്ടാവും പെട്ടെന്ന് പൈസ വേണം. അപ്പൊ ഇവരുടെ പ്രത്യേകത വെച്ചാല് നാളെ ഇത് പഠിച്ചു ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി ചെയ്തു നോക്കും. റിസൾട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ ഓക്കെ, ഞാനില്ല, നടക്കൂല, എന്നെ കൊണ്ട്, ഞാൻ പോവാം, ടാറ്റാ ബൈ ബൈ. അല്ല, അതുപോലെ തന്നെ ഇവിടെ ആകെ ചെയ്യേണ്ടത് 2 കോടിക്ക് ഇവിടെ 5 സെയിലാണ്. ഈ 5 സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നാളെ ഇറങ്ങും. എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനില്ല എന്ന് പറഞ്ഞ് പഴയ പണിക്ക് പോകും. ഇതാണ് ഈ പറഞ്ഞ സാധനം. ഏത് ഓപ്പറേറ്റർ. നിങ്ങൾക്ക് ആകെ ഇവിടെ ചെയ്യാനുള്ള പണി ഇത്രയേ ഉള്ളൂ, 5 സെയിൽ ചെയ്യാം. അത് കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. 1 ലക്ഷം രൂപയുടെ ഓരോ ഷെയർസ് 5 പേർക്ക് കൊടുത്താലും മതി, ഓക്കെ. അല്ലെങ്കിൽ 20,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാട്ടവർ ഏത് കൊടുത്തിട്ടാലും 5 എണ്ണം ചെയ്യൽ മാത്രമേ ഇവിടുത്തെ പണിയുള്ളൂ. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്ത് വേണം? പണി പെട്ടെന്ന് വേണം. പക്ഷെ പണി ഒന്നും ചെയ്യില്ല. പെട്ടെന്ന് എന്ത് ചെയ്യും? റബ്ബർ പന്തൽ പോലെ തിരിച്ചു വരും. ഓക്കെ, അതിനെ കുറിച്ചല്ല പറഞ്ഞു. വായിക്കാം. രണ്ടാമത്തെ വ്യക്തി നോക്കാം. രണ്ടാമത്തെ വ്യക്തിയുടെ പ്രത്യേകത, അദ്ദേഹത്തിന് പ്രോത്സാഹനം വേണം. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കണം, അതായത് തള്ളി സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴും ആൾക്കൊരു എനർജി കൊടുത്താലേ ആള് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും രാജസാറ് വിളിച്ചാലും അജീഷ് എഴുന്നേൽക്കും, രാജസാറ് വിളിച്ചാലും പ്രസന്നൻ എഴുന്നേൽക്കും എന്നുണ്ടെങ്കിൽ എന്തായി? ദാറ്റ് ഈസ് എ സെക്കൻഡ് പേഴ്സൺ. എപ്പോഴും എന്ത് ചെയ്യണം? നിരന്തരം കുട്ടിക്കൂടെ തീട്ട് കൊടുക്കണം അർത്ഥം. മൂന്നാമത്തെയാണ് തേർഡ് പേഴ്സൺ. അദ്ദേഹത്തിന് സമ്പത്ത്, അല്ലെ, ഞാൻ കുറച്ച് എക്സാംസ് ഉണ്ടല്ലോ, അനീഷേട്ടൻ, യോജിച്ചൻ, അങ്ങനെ പലവരുണ്ട് ഇവിടെ. അവര് ചെയ്തതാണ്, അവരാണ് ഈ മൂന്നാമത്തെ വ്യക്തി. എങ്ങനെ? ജീവിതകാലം മൊത്തം, അല്ലെ, അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ വന്നപ്പോ തന്നെ സമ്പത്ത് കിട്ടുമോ? ഇന്ന് വന്നിട്ട് നാളെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പൊ അതിനെന്ത് വേണം? എന്താ വേണ്ടേ? ക്ഷമ വേണം. ഈ ഒരു വാക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും കേട്ടോ. ക്ഷമ പലർക്കും ഇല്ലാത്ത കാര്യമാണ് ക്ഷമ. ഈ ക്ഷമ എന്നുള്ള വാക്ക് ജീവിതത്തിൽ നിങ്ങളെ പല എന്താ പറയുക സിറ്റുവേഷൻസിലും സഹായിക്കും. ഞാനൊരു കഥ പറയാം. ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, എന്നാലൊരു കഥ പറയാം. ഒരു വ്യക്തി കേട്ടിട്ടുണ്ടാവും. ഒരു വ്യക്തി മറ്റേ ഗോൾഡ്, സ്വർണം കുഴിക്കാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തിക്ക് പൈസ പെട്ടെന്ന് ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? സ്വർണം, മറ്റേ മൈനിങ് എന്ന് പറയില്ലേ, അതിനു വേണ്ടി പോയിട്ട് സ്വർണത്തിന് വേണ്ടി മൈൻ ചെയ്തു. അപ്പൊ ആദ്യം പുള്ളി കുഴിച്ചപ്പോഴത്തേക്കും എന്താ, മെഷീനൊക്കെ എടുത്തിട്ടാണ് മൈൻ ചെയ്തത്. കുഴിച്ചപ്പോ ഒരു ലോഡ് സ്വർണം കിട്ടി അദ്ദേഹത്തിന്. ഷൈനിങ് ഓർന്ന് പറയും, അത് കിട്ടി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കൊള്ളാലി പരിപാടി, ഇങ്ങനെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ വിചാരിച്ച അദ്ദേഹം ചെയ്ത് അതിന് വലിയൊരു കൂടിയൊരു മെഷീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു മൈനിൽ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുഴിക്കെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അതിന്റെ എന്താ പറയാ സ്റ്റോക്ക് കുറഞ്ഞോണ്ട് തുടങ്ങി, എണ്ണം കുറഞ്ഞു തുടങ്ങി. അയ്യോ, ആള് വലിയ മെഷീനൊക്കെ മേടിച്ചോണ്ട് കുഴിക്കവിടെ നോക്കിയപ്പോഴത്തേക്കും സ്വർണം മൊത്തം തീർന്നല്ലോ. ആൾക്കിനി പൈസ വേണം. ആൾക്കിനി ഒരു കുറച്ച് എമൗണ്ട് കൂടി കിട്ടിയ ആളുടെ കടബാധ്യതകളും ആളുടെ പ്രശ്നങ്ങളും ആള് പുതിയൊരു ലെവലിലോട്ട് പോയിരുന്നു. ആളെന്ത് ചെയ്തു? ഇനി സ്കോപ്പില്ല, ഇനി നിർത്തിയേക്ക. ആളിൽ എത്ര വലിയ മെഷീൻ ഉണ്ടായിട്ടും ആളെന്ത് ചെയ്തു? വേണ്ട, നടക്കില്ല എന്ന് വിചാരിച്ചെന്ത് ചെയ്ത് ആ മെഷീൻ പോയിട്ട് മറ്റേ പട്ടാളത്തിന് കൊണ്ടുപോയി കൊടുത്തു. ജാക്മാൻ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഇദ്ദേഹം കണ്ടു, ഈ മെഷീൻ കണ്ടിട്ട് ഈ പട്ടാളത്തിൽ ആൾ പറഞ്ഞു, ഇത് കൊള്ളാലോ മെഷീൻ. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ പട്ടാളത്തിലെ പുള്ളി ജങ്മാൻ എന്ന് പറയാം, അദ്ദേഹം എന്ത് ചെയ്തു? നേരെ ആ ഒരു മെഷീൻ കൊണ്ട് ആ പുള്ളി കുഴിച്ച സ്ഥലത്ത് ഒന്നുകൂടി നമുക്കും ഒരു വെറുതെ നിട്ടോക്കാം, കിട്ടിയാ കിട്ടി, പോയാ പോയി. അപ്പൊ ആ ഒരു മൈൻഡിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നുകൂടി ഒരു എഞ്ചിനീയറെ വിളിച്ചിട്ട് കുഴിക്കാൻ തീരുമാനിച്ചു. നോക്കിയപ്പോ ശരിയാ, അവിടെ സ്വർണ്ണമൊന്നും കാണില്ല. അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു, എടാ ഇതിന്റെ ലെവല് ഒന്നും കൂടി കൂട്ടിയിട്ട് ഒരു 3 ഫീറ്റ് താഴെ കൂടി ഒന്ന് കുഴിച്ചു നോക്കി. അങ്ങനെ 3 ഫീറ്റ് താഴെ കുഴിച്ചപ്പോ സംഭവിച്ചത് അതില് മുഴുവൻ ഇത്രയും നാളും മറ്റേ ആദ്യത്തെ വ്യക്തി ഉണ്ടാക്കിയതിനായിട്ടും 3 ഇരട്ടി
സ്വർണം അവിടെ ഉണ്ടായി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് പെട്ടെന്ന് പൈസ വേണമായിരുന്നു. അതുകൊണ്ട് എന്താ, റിസൾട്ട് കുറഞ്ഞപ്പോഴത്തേക്കും അവൻ നിർത്തിപ്പോയി. രണ്ടാമത്തെ വ്യക്തി എന്ത് ചെയ്ത്, ക്ഷമയോടെ നോക്കാം, സാരമില്ല അവിടെ പോയി മനസ്സിലായി, എന്നാലും ഒന്നുകൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം, പുള്ളി കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്രമിച്ചു നോക്കണ്ടേ. അങ്ങനെ അദ്ദേഹം കുഴി കുത്തിയപ്പോ ആ ആദ്യം കിട്ടിയ വ്യക്തിയേക്കാൾ 3 ഇരട്ടി കിട്ടി. അപ്പൊ ഈ ഒരു അവസരം ഇന്ന് കേട്ടിട്ട് ചെയ്തില്ലെങ്കിൽ വേറൊരാൾ വന്നത് എടുത്തുകൊണ്ടു. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇന്ന് ഈ അവസരം കേട്ടിട്ട് നിങ്ങൾ അത് കേട്ടില്ല, നാളെ വേറൊരു കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്വപ്നങ്ങൾ വേറൊരാൾ വന്ന് നേടിക്കോളും. ഇവിടെ പോപ്പുലേഷൻ